ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ്. കാരണം ഞങ്ങൾ 2017 സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ 2024 7 വർഷം നീളുന്ന ഒരു ജേർണിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടായ ഡിസിഷനിലുണ്ടായിരുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നും അത് കാരണം കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കോൺസിക്വൻസസ് ഞങ്ങൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും PC ബിൽഡേഴ്സ് ഉണ്ടാവും, അതേപോലെ PC ടെക് എന്തൂസിയാസ്റ്റ് ഉണ്ട്, ഗെയിമേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാർ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി ആണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരു ഫ്യൂച്ചറിൽ ഇതേ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും വരുത്തരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ സെക്ഷന് ടെക് കൺഫെഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിത്ത് wasting much time, this is Prashant Avi and you're watching Geek Boss TV. തന്നെ നിങ്ങൾക്കറിയാം, ഒരു PCയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് പ്രോസസ്സറാണ് ഫസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിൽ ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ 2017 ഗിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഏതൊരു സ്ഥാപനവും എസ്പെഷ്യലി PC ബിൽഡിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രോസസ്സറിൽ ഇന്റൽ ആണ്. ഞങ്ങളും ഇന്റൽ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് ഞങ്ങളെ തന്നെ കുറേ ടെക് എന്തൂസിയാസ്റ്റിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അവിടെ റൈസനെ പറ്റി, AMDയുടെ റൈസൻ ഒരു 1000 സീരീസ് എന്നാണ് അതിന്റെ ഫസ്റ്റ് സീരീസിനെ പറയുന്നത്. അപ്പോൾ 1000 സീരീസിന്റെ കുറച്ച് പ്രോസസർ 1700Xും അങ്ങനെ 15, 16 അങ്ങനെ കുറെ സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സീരീസ് എടുത്ത ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് വളരെയധികം നമുക്ക് എന്താ പറയാ പ്രചോദനം ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റൈസൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതും AMDക്ക് വർഷങ്ങളായിട്ട് AMD ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും AMDനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു 2017. കാരണം ആ സമയത്ത് ഇറക്കിയ ബുൾഡോസർ സീരീസ് ഒരു ഫെയിലിയർ ആയിരുന്നു. മാസീവ് ഫെയിലിയേഴ്സ് ആയിട്ടുള്ള കുറെ ലൈനപ്പ് അത്ലോണിലും ടെംബ്രോണിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫിനോം എന്നൊക്കെ പറയുന്നത് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും അതുപോലെ കംപ്ലൈന്റ് റേഷ്യോസും മദർ ബോർഡിൽ ചിപ്സെറ്റ് പോലും അടിച്ചു പോകുന്നതും കത്തിപ്പോകുന്ന കേസുകൾ ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്തിരുന്ന സമയമാണ് 2015-16 ഒക്കെ. 17 ഇതുപോലെ റൈസൻ എന്ന് പറയുന്ന സീരീസ് ഇറങ്ങുമ്പോഴും നിങ്ങൾക്കറിയാം, പുതിയ ഒരു സീരീസ് ഇറങ്ങുമ്പോൾ ഏതും AMD എന്നാണ്, എന്തായാലും അത് കംപ്ലൈന്റ് ആയിരിക്കും എന്നൊരു ധാരണയിൽ എടുത്ത 2-3 ആൾക്കാർ ടെസ്റ്റ് ചെയ്ത ആൾക്കാരും അതിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, അതിൽ AMD ഇന്റലിന് ഒത്തുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് കിട്ടി എന്നുള്ള വാദങ്ങൾ അവിടെ ഉണർന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കമ്പയർ ടു AM3 ഈ AM4 എന്ന് പറയുന്ന നല്ല പെർഫോമൻസ് കാണിച്ചു തുടങ്ങിയ സമയമാണ് കേട്ടോ. 100 സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിൽ 99 100% ആൾക്കാരും ചെയ്യുന്നത് ഇന്റലാണ്. അതിൽ 1% വേറിട്ട് നിൽക്കാനാണ് ഞങ്ങൾ റൈസനെ കൂടെ പിടിച്ചത്. അത് അല്ലാതെ ഒരിക്കലും അത് റൈസൻ ബെറ്റർ ആണ് എന്നുള്ള തുടക്ക സമയത്ത് ഞങ്ങൾക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. ദിസ് ഈസ് നമ്പർ 1 മിസ്റ്റേക്ക്. അതായത് ഒരു കോമ്പറ്റീഷനെ എന്താ പറയുക ഔട്ട്ത്രോ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തൊരു ബ്രാൻഡാണ് AMDയുടെ റൈസന്റെ ഫസ്റ്റ് സീരീസ്. ആ സമയത്ത് ഇന്റലും അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 7000 സീരീസും 8000 സീരീസും ഇറങ്ങിയിരുന്ന സമയമായിരുന്നു നമ്മൾ 2017 പീരീഡ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ കൺസിസ്റ്റന്റ്ലി നമ്മൾ റൈസൻ ചെയ്ത് കുറേ പ്രോസസ്സേഴ്സ് ചെയ്തു. പക്ഷേ നമുക്ക് ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് മനസ്സിലായി 1000 സീരീസ് കേട്ടോ, ഫസ്റ്റ് സീരീസ് ആണ്, അതിൽ ചില പ്രോസസ്സർ സീരീസുകൾ ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു. AMDയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ലീജിയൻ ലെഗസിയിൽ ഉള്ള എല്ലാ പ്രോസസ്സറും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓവർ ഹീറ്റിംഗ് ഒക്കെ വരാറുണ്ട്. അത് ഒരു 3 മാസം 4 മാസമൊക്കെ കഴിയുമ്പോൾ എടുത്ത PCs 4 മാസമൊക്കെ കഴിഞ്ഞു നമുക്ക് പോലും അത് അറിയില്ല. കാരണം 4 മാസം കൺസിസ്റ്റന്റ്ലി ഒരു എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് PC നല്ല രീതിയിൽ ഇന്റൻസീവ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കൂടുതലുണ്ടാവും. അത് കാരണം പെർഫോമൻസ് ഡീഗ്രേഡേഷൻ വന്നു തുടങ്ങി. ഫസ്റ്റ് സീരീസിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞത് തന്നെ ഒരു 5-6 മന്ത്സ് കഴിഞ്ഞിട്ടാണ്. അതായത് ഒരു PC ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഡെലിവറി ചെയ്ത് ഒരു 6 മാസം കഴിയുമ്പോൾ ക്ലയൻസ് പറയുന്നുണ്ട് പെർഫോമൻസ് എനിക്ക് അത് അന്ന് വാങ്ങിച്ചതിന്റെ പെർഫോമൻസ് ഇപ്പൊ കിട്ടുന്നില്ല. നോർമലി ഏതൊരു PCയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും അതേ പെർഫോമൻസ് കിട്ടണമെന്നില്ല. പക്ഷെ ഒരു ഗ്രാജുവൽ ഡീഗ്രഡേഷൻ കാണിച്ചപ്പോൾ അത് വളരെ ഹോണ്ടിങ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ആ സമയം കൊണ്ട് തന്നെ അറൌണ്ട് ഒരു 100+ PCs നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് വിത്തിൻ 6 മന്ത്സ് പീരീഡ്. തുടക്ക സമയങ്ങളിൽ ഞങ്ങൾക്ക് പോലും ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഡീവിയേഷൻസ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ സെക്കൻഡ് മിസ്റ്റേക്ക് ആയ ഒരു കാര്യം, അതായത് ഇതുപോലെ ഓവർ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പബ്ലിക്കലി അനൗൺസ് ചെയ്യാതിരുന്നു. അത് ഞങ്ങൾ കാണിച്ച ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം 1000ഉം
പിന്നെ 2000 സീരീസ് വന്നപ്പോൾ അതിലും ചില 1-2 സീരീസുകളിൽ ഇതുപോലെ ഓവർ ഹീറ്റിംഗ് വന്നിരുന്നു. TDP കൂടിയ പ്രോസസ്സേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെർഫോമൻസിൽ ചില ആൾക്കാർക്ക്, ചില എസ്പെഷ്യലി കുറച്ച് യൂട്യൂബേഴ്സിനും സ്ട്രീമേഴ്സ് ഇത് കംപ്ലയിൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്റലിന്റെ അത്ര AMD പെർഫോമൻസ് ഇല്ല, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പലർക്കും കംപ്ലയിൻസുകൾ കാണുന്നു എന്നുള്ള ഒരു ധാരണ എല്ലാവരും പബ്ലിക്ലി ഒരു ബസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അതിനെ എടുത്തൊരു ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് പറയാനോ, അതിന് ഫോറോ എഗൻസ്റ്റ് ഒന്നും പറയാതെ ഞങ്ങൾ അതിനെ ആ ഒരു ന്യൂസിനെ തള്ളി മാറ്റി വീണ്ടും റൈസൻ വെച്ച് പോയി. അതുകൊണ്ട് തന്നെ ഗീക്ക് ബോസ് കെയറിൽ വരുന്ന ഇഷ്യൂസ് നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാനും വാറണ്ടിക്ക് അയച്ച് റിപ്ലേസ്മെന്റ് എടുക്കേണ്ട സാഹചര്യം പോലും റൈസനിൽ ഉണ്ടായിരുന്നു തുടക്ക സമയങ്ങളിൽ. പക്ഷേ AMD റൈസൻ കൺസിസ്റ്റന്റ്ലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പേരും അവിടെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ ആൾക്കാരും ഇന്റൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ AMD എക്സ്ക്ലൂസീവ് ആയിട്ട് പിന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ്ലി PC ബിൽഡ് നമ്മൾ ചെയ്യുന്നുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞങ്ങൾ തന്നെ അതിനെ കുറ്റം പറയുന്നത് കൊണ്ട് ഒരു വലിയൊരു ബറി ചെയ്യുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു പേരൊക്കെ ഒരു 1 year 2 year ഒക്കെ ഉണ്ടാക്കിയ പേരും വാല്യൂഷനും എല്ലാം നമുക്ക് നഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊന്നും നമുക്ക് ഓപ്പൺലി ഒരു സോഷ്യൽ മീഡിയയിലും വന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഐ ആം ഡിസപ്പോയിന്റഡ് ആ ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്തതിൽ. കാരണം ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ AMD നിന്ന് നമ്മൾ ഇന്റലിലോട്ട് പോകേണ്ടി വന്നേനെ. പക്ഷെ ഒരു രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ ആ ടൈമിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ് കൺസിസ്റ്റന്റ്ലി നമ്മൾ 3000 സീരീസ് എന്ന് പറയുന്ന സീരീസ് കുറെ കൂടെ ഫോക്കസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ബെഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു PCക്ക് പോലും അങ്ങനെ കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്ത് വന്നിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ AMDയുടെ 3000 സീരീസ് തൊട്ടാണ് നോയ്സ് ഉണ്ടല്ലോ, അതായത് കംപ്ലയിൻസ് ഉണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് AMD കംപ്ലയിന്റ് ആവും എന്ന് പറയുന്ന ഒരു വളരെ നോയ്സ് അതിന്റെ ആ ബ്രാൻഡിന് ചുറ്റും ഉണ്ടായിരുന്നത് പതുക്കെ ഫ്ലഡ് അവേ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3000 സീരീസ് കഴിഞ്ഞു. പിന്നെ 4000 സീരീസിൽ G സീരീസ് ഇറങ്ങി. അല്ലാതെ വലിയ രീതിയിൽ 4000 ക്ലിക്ക് ആയി എന്നുള്ളത്. പിന്നെ 5000 സീരീസ്, വൺ ഓഫ് ദ മാസീവ് ഹിറ്റ് ഇൻ AMD റൈസൻ സീരീസ് 5000 ആയിരുന്നു. അതിൽ എല്ലാ ലൈനപ്പും വളരെ പെർഫോമൻസ് ഹയർ ആയിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു 58ന്റെ ചില പ്രോസസ്സർ ലൈനപ്പ് ഒരു ബാച്ചിന്റെ ആണെന്ന് തോന്നുന്നു. ചില ആൾക്കാർക്ക് ഓവർ ഹീറ്റിംഗ് ഒക്കെ പോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഏറെക്കുറെ ആൾക്കാർക്കും അതൊരു ലിക്വിഡ് കൂളർ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നം പ്യുവർലി അവോയ്ഡ് ആയി വന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ വന്നപ്പോഴത്തേക്ക് AMD എടുത്ത ആൾക്കാർക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ പെർഫോമൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്ന ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ ഓവർ ഹീറ്റിംഗ് ആയിരുന്നു പലരും പറഞ്ഞിരുന്നത്. കാരണം സ്റ്റോക്ക് കൂളർ AMDയുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. ആ ഒരു കൂളറിലുള്ള ലുക്കും ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് നോക്കുമ്പോൾ ഇന്റൽ വെച്ച് എപ്പം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റലിന്റെ സ്റ്റോക്ക് കൂളറും ഈ ഒരു കൂളറും വെച്ച് നോക്കുമ്പോൾ മാസീവ് ഡിഫറൻസ് ഉണ്ട്. മോർ ഓവർ പ്രൈസ് കുറച്ച് കമ്മിയാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നതിൽ അന്നും നമ്മൾ റൈസിന്റെ കൂടെ തന്നെയാണ് നിന്നത്. 6 മാസം കൂടുന്തോറും റെഗുലർ ക്ലീനപ്പ്, അതായത് നമ്മൾ ഈ ബ്ലോറൊക്കെ ഇട്ട് ഫുൾ ഡസ്റ്റ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു ഇഷ്യൂ നമുക്ക് പാടെ മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്ലസ് തെർമൽ പേസ്റ്റ് റീ അപ്ലിക്കേഷൻ ഒരു 6 to 8 months ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വന്നു. പക്ഷെ അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലൂ സ്ക്രീൻ വരിക അങ്ങനെയല്ല. പെർഫോമൻസിൽ FPS കുറയുക, കൂടുതൽ ടൈം റെൻഡറിങ്ങിന് ഒരു 15 മിനിറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 20 മിനിറ്റ് ആവുക, പിന്നെ 25 മിനിറ്റ് ആവുക. അങ്ങനെ വന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ബേസിക് ക്ലീനിങ്ങിലൂടെയും തെർമൽ പേസ്റ്റ് റീ ആപ്ലിക്കേഷനിലൂടെയും മാറ്റാൻ നമ്മൾ പറ്റിയത്. മോർ ഓവർ നമ്മൾ OS അധികം അപ്ഡേഷൻസ് നമ്മൾ കൊണ്ടുവന്നിരുന്നു ആ സമയങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് പെർഫോമൻസിൽ വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രഡേഷനിലോട്ട് തള്ളിവിടാതെ അതിൽ തിരിച്ച് റീവാമ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നു. പിന്നുള്ളത് 7000 ആണ്. ഒരു വളരെയധികം AMD എന്ന് പറയുന്ന റൈസൻ സീരീസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് 7000 സീരീസ്. അത് നല്ല രീതിയിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. മോർ ഓവർ ആ ബ്രാൻഡിൽ നിന്നുള്ള ക്വാളിറ്റി സർവീസസ് എല്ലാം 7000 സീരീസ് തൊട്ടാണ് കുറെ കൂടെ ആൾക്കാരിലോട്ട് പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ പറ്റിയത്. അത് കഴിഞ്ഞതാ ഇപ്പൊ 8000 ഇറങ്ങി അതൊരു G സീരീസിലോട്ട് പോയി. അല്ലാതെ വേറെ മാസീവ് ആയിട്ടുള്ള പ്രൊസസർ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 9000 സീരീസ്. അപ്പൊ 9000 സീരീസ് ഇറങ്ങുന്ന ഈ ഒരു ഇൻഫർമേഷൻ സമയത്താണ് 13th ജനറേഷനും ഇന്റലിന്റെ 14th ജനറേഷൻ K സീരീസിന് മൈക്രോ ചിപ്പിന്റെ ഇഷ്യൂ വളരെയധികം അന്ന് ഉണ്ടായിരുന്ന AMDക്ക് ഉണ്ടായിരുന്ന നോയ്സും ബസ്സും ഒക്കെ ഇപ്പോൾ ഇന്റലിന്റെ നിലയിലോട്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റിലെ കോമ്പറ്റീഷന് വേണ്ടി അവരെ ഒന്ന് ഔട്ട് പേസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ടും ഞങ്ങളുടെ സ്വാർത്ഥമായിട്ടുള്ള ഡിസിഷനിലായിരുന്നു നമ്മൾ AMD കൊണ്ടുവന്നിരുന്നത്. അന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് AMDയുടെ PC ബിൽഡറായിട്ട് അറിയപ്പെടണം എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡിസിഷനിൽ ഞങ്ങൾക്കുണ്ടായ ഫേസ് ചെയ്ത ഇഷ്യൂസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കുറേ പേർക്ക് ഇതുപോലെ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു. നൗ
വി ആർ ഹാപ്പി വിത്ത് ഇറ്റ്. AMD-യിൽ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നമ്മളൊരു പ്രൊസസർ ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ട്. കാരണം റൈസ് ഇപ്പോൾ ഇന്റൽ ആണെങ്കിൽ ഇന്റലിന്റെ i3, i5, i7, i9 ഈ 4 വേരിയന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ അതിൽ ഇപ്പോൾ 2-3 ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ അത്രമാത്രം ഡിവിഷൻസോ കസ്റ്റമൈസേഷൻസോ ഒന്നും അതിലില്ല. എന്നാൽ AMD വരുമ്പോൾ Ryzen 5-ൽ തന്നെ 5.5 ഉണ്ട്, 5.6 ഉണ്ട്, 5.6X ഉണ്ട്, 5.6G ഉണ്ട്, അങ്ങനെ GT ഉണ്ട്, ഇനിയിപ്പോൾ X3D ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിൽ AMD-ൽ വളരെ ലിമിറ്റഡ് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ ABC 3 ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾക്കെന്നല്ല ഏതൊരു മനുഷ്യനും എളുപ്പം ചൂസ് ചെയ്യാൻ പറ്റുന്നത് ABC. എന്റെ പർപ്പസ് എൻട്രി ലെവൽ ആണെങ്കിൽ എനിക്ക് i3, ഒരു മിഡ് ലെവൽ PC യൂസേജും ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ i5, കുറച്ച് ഹയർ എൻഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ i7, ഏറ്റവും ടോപ്പ് വർക്ക് സ്റ്റേഷൻ കൈൻഡ് അല്ലെങ്കിൽ നല്ല മാസീവ് പെർഫോമൻസ് വേണമെങ്കിൽ i9. ഈ 4 കാര്യം പഠിച്ചാൽ മതി. എന്നാൽ AMD വരുമ്പോൾ അതിൽ 5-ൽ ഏതാണെന്നും 5-ൽ ഏത് സീരീസ് ആണെന്നും X ആണോ നോൺ X ആണോ G ആണോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പല PC ബിൽഡേഴ്സിനും കൺഫ്യൂഷൻസ് ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻസ് കാരണമാണ് പലർക്കും AMD-യുടെ അടുത്തൊരു വിരോധവും ഇന്റലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 13th 14th ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും നേരെ തിരിഞ്ഞ് AMD-യുടെ Ryzen പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം 12th ജനറേഷൻ ഇപ്പോൾ 14th ഇറങ്ങിയ സമയത്ത് 12th പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. കാരണം ഓരോ ഇപ്പം ഐഫോൺ ഇറങ്ങുമ്പോൾ iPhone 15 ഇറങ്ങുമ്പോൾ iPhone 13-നെയും 12-നെയും ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല. അത് ഒരു നോർമലി ഉള്ള ഒരു കാര്യമാണ്. ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത് ഇനിയെങ്കിലും നിങ്ങളൊരു PC ബിൽഡൊക്കെ ചെയ്യുവാണെങ്കിൽ എൻട്രി ലെവൽ പർപ്പസ്, അതായത് നിങ്ങളുടെ ഓഫീസ് പർപ്പസും ജസ്റ്റ് നിങ്ങൾക്ക് ബ്രൗസിംഗും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളൊരു PC എടുക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളൊരു ലാപ്ടോപ്പിലോട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വേറെ എന്തെങ്കിലും ടാബ്ലറ്റോ കാര്യങ്ങളിലോട്ടോ ഒക്കെ പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി കുറച്ച് അത്യാവശ്യം നിങ്ങൾ കുറച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കുകളും കുറച്ച് ഫോട്ടോയിൽ കുറച്ച് 2D വർക്കും എഡിറ്റിംഗും ഒക്കെ ഉണ്ട്, ലൈറ്റ് ഗെയിമിംഗും ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ AMD-യുടെ 5600G-യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല G സീരീസിലോട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു മോഡലാണ് GBC Sigma X1 Air എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ സിഗ്മ സീരീസിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈനപ്പിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇന്റൻസീവ് വർക്കുകൾ, അതായത് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ബേസിക് എടുത്ത് ഗെയിമിങ്ങിന് ഉൾപ്പെടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിങ്, ചെറിയ രീതിയിലുള്ള സ്ട്രീമിങ്, അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ, 3D വർക്കുകൾ, ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊസസ്സറിലോട്ട് പോകാം. അതിൽ 5000 സീരീസിൽ തന്നെ Ryzenന്റെ 5600 ഉണ്ട്, 5700X എന്ന് പറയുന്ന 2 വേരിയൻസ് അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഓറിയന്റഡ് ആണ്. ഒരു 50,000 രൂപ ബഡ്ജറ്റ്, 60,000 രൂപയ്ക്ക് താഴെ നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന AMD-യുടെ പ്രൊസസ്സറാണ് ഞാൻ ഈ പറയുന്നത്. ഇന്റൽ ആണ് നോക്കുന്നതെങ്കിൽ കണ്ണും പൂട്ടി ഞാനത് പറയാം. 14th ജനറേഷൻ i5, 13th ജനറേഷൻ i5, 12th ജനറേഷൻ i5 ഈ 3 വേരിയന്റ് നിങ്ങൾക്ക് അതിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഹയർ എൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഒരു 75,000-80,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇന്റൽ ആണെങ്കിൽ നിങ്ങൾ i7 ചൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ i7 റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡ്യൂ ടു ദിസ് സെവറൽ റീസൺസ് ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇന്റൽ ഞാൻ ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യാൻ പറയില്ല. അതിന് പകരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ AMD-യുടെ Ryzen 7000 സീരീസിൽ 5760X-ഉം അതുകൂടാതെ 7700X-ഉം ആണ്. ഈ 2 പ്രോസസ്സറും വൺ ഓഫ് ദ മാസീവ് ഹിറ്റ് ആണ്. ഏറ്റവും പെർഫോമൻസ് നിങ്ങൾക്ക് DDR5-ൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കുറച്ച് ടോപ്പ് എൻഡ്, അതായത് എനിക്കൊരു PC എടുക്കുമ്പോൾ എൻ്റെ വർക്ക് സ്റ്റേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് വളരെയധികം പെർഫോമൻസ് എനിക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ് വേണ്ടതെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് Ryzen 7 7800X 3D ആണ്. ഇന്റൽ ആ ഭാഗത്തെ ഞാൻ എടുത്തു വെക്കുന്നില്ല. കാരണം വേൾഡ്സ് ബെസ്റ്റ് പ്രോസസ്സർ, പവർഫുൾ പ്രോസസ്സറായിട്ട് ഇപ്പോൾ അക്രഡിറ്റഡ് വാല്യൂഷനും അവാർഡും ഒക്കെ കിട്ടിയത് 7800X 3D-ക്കാണ്. ഇനി എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ പർപ്പസ് എനിക്കൊരു മാറ്റർ അല്ല, എൻ്റെ ഏറ്റവും ഇരിക്കുന്ന ടോപ്പ് എൻഡ് ആയിരിക്കണം. ചില ആൾക്കാർ ഇവിടെ ഫ്രീ ഫയർ കളിച്ച് സ്ട്രീം ചെയ്യുന്നവരുണ്ട്, ചിലർ GTA 5 കളിച്ച് സ്ട്രീം ചെയ്യുന്നുണ്ട്, ചിലർ PUBG കളിച്ച് സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും 7950X 3D എടുത്തൊരു അഫിനിറ്റി ഉള്ളതുപോലെ, അതായത് എൻ്റെ ഇരിക്കുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആണെന്ന് കാണിക്കാൻ. പക്ഷേ ആ ഒരു പ്രൊസസ്സറിന്റെ പെർഫോമൻസിന്റെ പകുതി പോലും നമുക്ക് അവിടെ യൂട്ടിലൈസേഷൻ വരുന്നില്ല എന്നൊരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ പറഞ്ഞ സോ കോൾഡ് ഗെയിം, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ഹയർ എൻഡ് പ്രൊസസ്സറിലോട്ട് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെ മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റ് 7800X 3D-ലോട്ട് വരിക. ഇനി അത്രമാത്രം 3D ബ്ലെൻഡറും ഇനി റെവിറ്റും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ വാക്ക് ത്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7950X-ഓ 7950X 3D-ലോട്ടോ പോകാവുന്നതാണ്. അല്ലാതെ ലൈറ്റ് വർക്കുകൾ ഉള്ളവർ എൻ്റെ ഇരിക്കുന്ന ബെസ്റ്റ് ആവണം, എൻ്റെ ഇരിക്കുന്ന ലംബോർഗിനി വാങ്ങണം, എനിക്ക് ചന്തയിൽ പോകാം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്രയും പൈസ അതിലോട്ട് മുടക്കുന്നത് വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി. അതുകൊണ്ട് തന്നെ ഞാനത് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാറുമില്ല, ആർക്കും അത് സജസ്റ്റ് ചെയ്യാറുമില്ല. ഇതാണ് പ്രൊസസ്സറിലുണ്ടായ ഞങ്ങളുടെ മിസ്റ്റേക്കുകൾ. ഈ മിസ്റ്റേക്സുകൾ സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അത് തുറന്നു പറയണം ആയിരുന്നു നേരത്തെ. പക്ഷേ നമുക്കത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ, ഒരിക്കലും നമ്മുടെ കുഴി തന്നെ തോണ്ടുന്നതിന് തുല്യമാവരുത് എന്ന രീതിയിൽ കൊണ്ടാണ് ഞാനിത് കുറച്ച് വൈകിട്ടായാലും ഇത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പർപ്പസ്
നീഡ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ എൻ്റെ പ്രൊസസ്സർ എനിക്ക് മറ്റുള്ള ഒരാളെ കാണിക്കാൻ, പ്രൊസസ്സർ എന്തായാലും ഇറങ്ങി ഇപ്പോൾ ഡയമണ്ട് പോലെയോ ഗോൾഡ് പോലെയൊന്നും അല്ല. നിങ്ങൾക്ക് ഒരിക്കലും പ്രൊസസ്സർ നേരിട്ടിട്ട് കാണാൻ പോലും പറ്റില്ല ലിക്വിഡ് കൂളറോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പ്രൊസസ്സർ നിങ്ങളുടെ പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ എടുക്കാവൂ. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ അതെടുക്കൂ ഇതെടുക്കൂ എന്ന് പറയാൻ നിങ്ങൾ ചാടിക്കേറി വീഴരുത്. നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണി യു ഇൻവെസ്റ്റ് ഇൻ റൈറ്റ് തിങ്സ്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണയില്ല, നിങ്ങൾക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീക്ക് ബോസിന്റെ ഫ്രണ്ട് ലൈനോ ഇവിടെ കൺസൾട്ടേഷൻ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കും കേട്ടോ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവർ കൺസൾട്ടേഷൻ ചെയ്തു തരും. PC ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ എടുക്കുമ്പോൾ നിങ്ങളുടെ പർപ്പസ് ഡിഫൈൻഡ് ആയിരിക്കണം. അല്ലാതെ എനിക്ക് ബഡ്ജറ്റ് ഇത്രയുണ്ട്, എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. പല ഗ്ലോബൽ യൂട്യൂബേഴ്സ്, അതായത് വളരെയധികം PC ബിൽഡിനെ പറ്റിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് അതേപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അയാൾ അങ്ങനെ പറഞ്ഞല്ലോ ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ധാരണ പറയരുത്. അവര് ബേസിക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ചിലപ്പോൾ ബ്രാൻഡുകളിലുള്ള അഫിനിറ്റിയും അതേപോലെ തന്നെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള ഫണ്ട് അവർ വാങ്ങിച്ചതുകൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരുന്നതുകൊണ്ട് ബേസിക്കലി നമുക്കുണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻസ്, അതിലൂടെ നിങ്ങളിൽ ഒരാൾ പോലും കണ്ടോണ്ടിരിക്കുന്നവർ മുന്നോട്ട് ഇനി പോവരുത്. പ്രശ്നങ്ങളിലോ ഈ കുഴികളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? ഇപ്പോൾ റൈസൺ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തത് തെറ്റാണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഇനി കാണാം. മോസ്റ്റ്ലി ഇനി വരാൻ പോകുന്ന സീരീസ് എന്ന് പറയുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ, കുറച്ച് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആൻഡ് വി ക്യാൻ ഡിസ്കസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സനിയ. ഒരു മനസ്സമാധാനമുണ്ട്.